ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള KCBയുടെ നീക്കത്തിനെതിരെ കേരളത്തിന്റെ പല ജില്ലകളിലും ജനകീയ തെളിവെടുപ്പ് നടന്നു. എല്ലാ ജില്ലകളിലും തെളിവെടുപ്പിനായി ജനങ്ങൾ ഒഴുകിയെത്തി. ഓരോ ജില്ലയിലും വൈദ്യുതി ഉപയോക്താക്കളുടെ പ്രതിഷേധം അണപൊട്ടിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. KCBയുടെ നീക്കം ജനങ്ങൾക്ക് അന്യായമായ ഭാരം അടിച്ചേൽപ്പിക്കലാണെന്നും പഞ്ചാബിലും ഡൽഹിയിലും വൈദ്യുതി സൗജന്യമാണെന്നും ഇവിടെ ആസൂത്രണമില്ലായ്മയ്ക്കും മാനേജ്മെന്റ് പാടവമില്ലായ്മയ്ക്കും ജനങ്ങൾ വർഷം തോറും വൻ തുക KCBക്ക് നൽകേണ്ടി വരുന്നുവെന്നും തെളിവെടുപ്പിൽ പങ്കെടുത്തവർ തുറന്നടിച്ചു. മാതൃഭാഷയായ മലയാളത്തിലേക്ക് ആ പ്രപ്പോസൽ പ്രസിദ്ധീകരിക്കണം, പ്രിന്റ് എടുത്ത് തന്നെ കൊടുക്കണമെന്നില്ല. അതിന് ഒരുപാട് മാർഗങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഈ ഒരു സംഭവം രണ്ടാമത്തെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഏറ്റവും അധികമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമായ ഈ ഒരു വില വർധനവ് തികച്ചും ശാസ്ത്രീയപരമായിട്ടല്ലാത്ത രീതിയിൽ ഇവരുടെ പല കാര്യങ്ങളിലൂടെയാണ് പൊതുജനങ്ങളെ മുകളിൽ ഒരു ബാധ്യത വരുന്നത്. ബോർഡിന്റെ ചിലവ് ഉപയോക്താക്കളുടെ ചുമലിലേക്ക് വെക്കുന്നതിനു പകരം സ്വന്തം ചിലവ് കുറയ്ക്കുന്നതിനും പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുമാണ് ശ്രദ്ധിക്കേണ്ടത്. വൈദ്യുതി നിരക്ക് വർധനവ് കാർഷിക ഉപയോക്താക്കളെയും ചെറുകിട വ്യവസായങ്ങളെയും ശ്വാസം മുട്ടിക്കുന്നു. വൈദ്യുതി റെഗുലേഷൻ കമ്മീഷൻ നിലവിൽ 4 ജില്ലകളിൽ മാത്രമേ പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുള്ളൂ. ഇത് എല്ലാ ജില്ലകളിലും നടത്തണം. കാരണം നമുക്ക് വേണ്ടി ശരിയാക്കാൻ വേറെ ഒരാളില്ല. ഗാന്ധിജി പറഞ്ഞത് ഒന്നേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ, മാറ്റം അത് നിങ്ങളാവുക. Be the change that you would like to see in the world. എന്ത് മാറ്റമാണോ ഈ ലോകം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ തന്നെ ആയിത്തീരുക. ഡെമോക്രസിയാണ് നമുക്ക്, ബ്യൂറോക്രസിയല്ല. ഉദ്യോഗാർത്ഥികളല്ല ഇവിടെ ഭരിക്കുന്നത്. KCB ഭരിക്കുന്നത് അവരല്ല, നമ്മളാണ്. നമ്മൾ പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് അത് നിർത്തിയതാണ് പണിയെടുക്കാൻ. ഇപ്പൊ അവര് ന്യായീകരണ തൊഴിലാളികളാണ്. നമ്മുടെ സ്ഥാപനത്തിനെ അവരാണ് ന്യായീകരിക്കുന്നത്. അത്രത്തോളം തലത്തിൽ അവർ വളർന്നു കഴിഞ്ഞു. അവരിത് ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. KCBയെ ന്യായീകരിക്കേണ്ട ബാധ്യത നമുക്കാണ്. അത് നമ്മുടെ സ്ഥാപനം. ഞാൻ നിങ്ങളോട് പോറ്റി വളർത്തുന്നത് എന്റെ നിങ്ങളുടെ പൈസയാണ്. അപ്പൊ ആ മാനസികാവസ്ഥയുടെ ഒരു പൗരബോധത്തിലേക്ക് നമ്മൾ ഉണർന്നാൽ നമുക്ക് KCB തൊഴിലാളികൾക്കും KCB പുറത്ത് അനുഭവിക്കുന്നവർക്കും ഒക്കെയും മനസ്സിലൊരു വ്യാകുലത, ആശങ്കയൊക്കെ മാറിക്കിട്ടും എന്ന ചിന്തയിൽ നമ്മൾ തുടങ്ങുകയാണ്. KCB റെഗുലേറ്റർ കമ്മീഷൻ സമർപ്പിച്ച രേഖയിൽ ധാരാളം തെറ്റുകളുണ്ട്. ഇത് തിരുത്തണം. വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിന് ബോർഡ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നു. ഇത് കർശനമായി തടയണം. സേവനങ്ങൾ കാലതാമസം വരുത്താതെ ലഭ്യമാക്കണമെന്നും അവർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. സൗജന്യ വൈദ്യുതി ജനങ്ങളുടെ അവകാശമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനകീയ കൂട്ടായ്മ തെളിവെടുപ്പ് നടത്തിയത്. നിയമപരമായും ജനകീയമായും ഈ പ്രശ്നത്തെ നേരിടുമെന്ന് ജനകീയ കൂട്ടായ്മ അവകാശപ്പെട്ടു. ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഈ മാസം 30-ന് പരിഗണിക്കും. ഇത് പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ ഈ KCBയും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും ഹാൻഡ് ഇൻ ഫ്ലോ ഒറ്റക്കൈയായി നടത്തുന്ന, നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണ് എന്ന് നിസ്സംശയം ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നടത്തണം എന്നാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സെമി ജുഡീഷ്യൽ ബോഡിയായ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇവിടെ രൂപം കൊടുത്തിരിക്കുന്നത്. അതേസമയം കേസിൽ കക്ഷി ചേരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്ന് ജനകീയ കൂട്ടായ്മയുടെ ചെയർമാൻ അഭിലാഷ് ദാസ് ചൂണ്ടിക്കാട്ടി. ഷൌക്കത്ത് അലി എരോത്ത് മോഡറേറ്ററായ പരിപാടിയിൽ ഷമീർ K. പയ്യോളി, അഭിലാഷ് ദാസ്, അബ്ദുൽ ലത്തീഫ്, കോട്ടക്കൽ K. സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. KCBയുടെ ഈ കൊള്ളയ്ക്കെതിരെ ഇനി കോടതിയിൽ ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് ജനകീയ കൂട്ടായ്മ ഒറ്റസ്വരത്തിൽ പറഞ്ഞു. പരിപാടിയിൽ ഒട്ടനവധി വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും പങ്കാളികളായി. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.